ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത നടൻ സലീം കുമാർ അന്തരിച്ചു. പ്രായം അധികമായിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി നമ്മളതിനെ വിട്ടുപോകുമ്പോൾ ആ വിട്ടുപോകുന്ന ദിനത്തിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളാണ് കൂടുതൽ, അല്ലേ? നമുക്ക് ആ ദിവസത്തെ തിക്കും തിരക്കും കാര്യങ്ങളും ആവുന്നതിനേക്കാളും പിന്നീടുള്ള ദിവസങ്ങളാണ്. ആ ദിവസം നമുക്ക് വിഷമമില്ലാന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ സലീം കുമാറിൻ്റെ മകൻ ചന്തു മാധ്യമങ്ങളോടും ഒക്കെ ആക്രോശിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ അതുപോലെ മൊബൈലിട്ട് നോക്കിയ സമയത്ത് കുറേ ചാനലുകളിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് പേര് ആ കുട്ടീനെ ഓരോന്നും പറയുന്നതുണ്ട്, ആ കുട്ടിക്ക് അനുകൂലമായിട്ട് മറുപടി കൊടുക്കുന്നതുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് ഒന്ന് പങ്കുവെക്കണം തോന്നി. വേറെ ഒന്നുമല്ല, നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോൾ നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ അവരോടൊക്കെ പറയും. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാനസികമായിട്ട് നമുക്ക് എല്ലാവരോടും ഒരു വെറുപ്പും ദേഷ്യം നമുക്ക് സ്വയം തോന്നും. അതൊക്കെ സ്വാഭാവികം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകും. പക്ഷെ നമ്മളുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മളോടൊത്തുണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം അസുഖമാണ്, പോകും എന്നറിയാം, അല്ലെങ്കിൽ നമ്മൾ ജനിച്ച ഒരു ദിവസം നമുക്ക് മരണം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. എങ്കിലും ഒരു ദിവസം നമ്മളിൽ നിന്ന് അടർന്നു പോകുന്ന സമയത്തുള്ള ആ മാനസിക വിഷമം അല്ലെങ്കിൽ അതൊന്നും നമുക്കൊരാളോട് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ സങ്കടങ്ങൾ തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് എന്തെങ്കിലും ആകുമ്പോൾ നമ്മളറിയാതെ പൊട്ടിത്തെറിച്ച് പോവുകയാണ്, അല്ലേ? അതിപ്പോൾ നമ്മുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾ മറ്റുള്ളവരോട് നമുക്ക് വൈരാഗ്യമുള്ളത് കൊണ്ടോ അല്ല, നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്, നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലേ? ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണത്. കാരണം നമുക്ക് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും കാര്യങ്ങൾക്കും അമ്മയും ആ മക്കളും ഒക്കെ കൂടി ഒരു വ്യക്തി ഒരു വീട്ടിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു വീടിൻ്റെ ഗതി തന്നെ മാറിപ്പോകും. നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ടെൻഷനും നമുക്ക് മറ്റുള്ളവരോട് മിണ്ടാനൊന്നും ഇഷ്ടമില്ലാത്തൊരവസ്ഥ. കാരണം എനിക്കറിയാം, ഞാനും എൻ്റെ അമ്മയും കൊണ്ടിട്ട് ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ രാത്രിയും പകലും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരുപാട് മെൻ്റലി ഞാൻ ഡൗൺ ആയിട്ടുണ്ട്, ഫിസിക്കലി ഞാൻ ഡൗൺ ആയിട്ടുണ്ട്. ആ അവസ്ഥയിൽ കടന്നു പോകുന്നവർക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അറിയുള്ളൂ കേട്ടോ. എങ്കിലും നമുക്കൊക്കെ ചിന്ത എന്താ ഉണ്ടാവുക, എങ്ങനെയൊക്കെ അസുഖങ്ങൾ വന്നു, നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയാലും നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളോടൊപ്പം ഉണ്ടാവണം എന്നുള്ളതിനെ നമ്മൾ ചിന്തിക്കുക, അല്ലേ? എത്രയൊക്കെ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തോന്നിയാലും മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ തോന്നിയാലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ നിവർത്തിച്ചു പോകുന്നത് എന്താ, നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മളെ പിടിച്ച് വലിക്കുക നമ്മൾ, അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരാരാണെങ്കിലും അവർ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഭാര്യയാണെങ്കിലും ഒരു ഭർത്താവാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അല്ലെങ്കിൽ മക്കളാണെങ്കിലും സഹോദരങ്ങൾ ആരോ ആയിക്കോട്ടെ, നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ നമ്മൾ അവരോട് കാണിക്കാനുള്ള സ്നേഹമായിക്കോട്ടെ കരുതലായിക്കോട്ടെ എല്ലാം നമ്മൾ കാണിക്കുക. അവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നിടത്തോളം സ്നേഹിക്കുക. അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ, അല്ലേ? അപ്പോൾ ഇപ്പോഴും ഞാൻ ചിന്തിക്കും, എൻ്റെ അമ്മയ്ക്ക് ഓർമ്മക്കുറവാണ്, ഞാൻ ചെയ്യുന്നതോ ഞാൻ കഷ്ടപ്പെട്ടതോ ഒന്നും എൻ്റെ അമ്മയ്ക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ സമയങ്ങളിൽ ഞാൻ ഹോസ്പിറ്റലായിട്ടുണ്ടായിരുന്നു. 2 മാസത്തോളം ഏകദേശം കഴിഞ്ഞ വർഷം ഹോസ്പിറ്റലായിരുന്നു. രാവും പകലും ഞാൻ തന്നെയായിരുന്നു. ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇരുന്നിട്ടുണ്ട്, വെള്ളം കുടിക്കാൻ പറ്റാതെ ഞാൻ ഇരുന്നിട്ടുണ്ട് ICUവിലൊക്കെ കിടക്കുന്ന സമയത്ത് അമ്മ. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൂടെ ഒക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടുകുടുംബമല്ല, നമ്മൾ അണുകുടുംബമാണ്. ഈ അണുകുടുംബത്തിൽ ഞാനും എൻ്റെ അനിയനേ ഉള്ളൂ. അനിയൻ നാട്ടിലില്ല. അനിയന് 13 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ഉണ്ടായ സമയമാണ്. അപ്പോൾ എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്കും എൻ്റെ ഒപ്പം വന്ന് നിൽക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. അത് ഞാൻ ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ അത് ഉൾക്കൊണ്ട് ഞാൻ ജീവിച്ചു പോയാലും ചില നിമിഷങ്ങളിലൊക്കെ ഞാനും പൊട്ടിപ്പോവാറുണ്ട് കേട്ടോ. കാരണം എനിക്കൊരാളോട് തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരല്പസമയം ഒരാളെ എന്നോട് വന്നിട്ടൊന്ന് സംസാരിച്ചിരിക്കരുത്, നമ്മുടെ മനസ്സിനൊരു സമാധാനം നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടാത്തൊരവസ്ഥ. എല്ലാവരും ഫോൺ ചെയ്യും, പറയും. പിന്നെ മാനസികമായ നമ്മുടെ ടെൻഷൻ വേറെ.
അപ്പോൾ ഈ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ അവസ്ഥകളിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരോട് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരാൻ, അവർ സംസാരിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, ഇതൊക്കെ സംഭവിക്കാം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ആ കുട്ടിയും പെരുമാറിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അച്ഛനും അമ്മയും ആയിക്കോട്ടെ, നമുക്ക് നോക്കാൻ പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ നോക്കുക. കാരണം നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളെ അവർ നോക്കിയതുപോലെ അവർക്ക് പ്രായമാകുമ്പോൾ അവർ കുട്ടികളായി മാറുകയാണ്. ആ സമയം നമ്മൾ അവരെ നോക്കുക, നമുക്ക് നോക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ദേഷ്യമൊക്കെ വരും, നമ്മൾ എന്തെങ്കിലും അവരോടൊക്കെ പറയും. അത് മനുഷ്യ സഹജമാണ്, മനുഷ്യനാണ്, പറയാതിരിക്കില്ല. ഞാൻ പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെയാണ്. കാരണം അത്രമാത്രം സഹിച്ചിരിക്കാൻ പറ്റുന്നവരൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാലും ഞാൻ എൻ്റെ അമ്മ ഇപ്പം എൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ അതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, പുതിയവർക്ക് അറിയണ്ടാവില്ല, പഴയവർക്ക് അറിയാം. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട്, കാരണം തൃശ്ശൂർക്ക് ഞങ്ങളുടെ പഠിക്കുന്നുള്ള ബസ്സിൽ തൃശ്ശൂർക്ക് കയറിയിട്ട് മുള്ളൂർക്കര എന്ന സ്ഥലത്ത് എത്തുമ്പോഴത്തേന് അച്ഛന് സുഖമില്ല തോന്നിയിട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ ഏതോ ആൾക്കാരാണ് ഓട്ടോയിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. അവിടുന്ന് അവരെന്നെ വന്ന് വിളിക്കുകയാണ് ചെയ്തത്. പിന്നെ അച്ഛൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോയാൽ മതി. കാരണം എപ്പോഴും അച്ഛനും അമ്മയും കൂടി ഒന്നിച്ചാണ് പോവാറ്. അന്ന് അച്ഛൻ ഒറ്റയ്ക്ക് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് എത്തിച്ചാൽ മതി പറഞ്ഞപ്പോൾ അവർ ചിന്തിച്ചത് വീട്ടിലേക്ക് എത്തിക്കുന്നതിനേക്കാളും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കല്ലേ എന്നുള്ളതാണ്. എന്നെ അവിടെ എത്തിച്ചപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെ ആണെന്നുള്ളത് മനസ്സിലായപ്പോൾ അവരെന്നെ തിരിച്ച് വീട്ടിലേക്ക് ആക്കി. കാരണം ഞാൻ അവിടെ തലച്ചിട്ട് ബോധമില്ലാതെ വീണു. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിർത്തേണ്ട വെച്ചിട്ട് അവരെന്നെ വീട്ടിലേക്ക് എത്തിച്ചു. ഞാൻ വീട്ടിലെത്തിയിട്ട് ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേനും ആംബുലൻസ് വരിക ചെയ്തു. അപ്പോൾ നമ്മുടെ അച്ഛനെ നമുക്ക് നോക്കാനോ അല്ലെങ്കിൽ നമുക്ക് അച്ഛന് വേണ്ടി കൂടുതൽ കഷ്ടപ്പെടാനോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ അതിന് പകരം ഞങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ ഞാനും എൻ്റെ അനിയനും ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ സാമ്പത്തികമായിക്കോട്ടെ, ഞങ്ങളുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആയിക്കോട്ടെ ഞങ്ങൾ നോക്കണുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ നമുക്ക് നോക്കാനായിട്ട് കഴിഞ്ഞില്ല, നമ്മുടെ അമ്മയെ നമുക്ക് നോക്കണം എന്നുള്ളത് കൊണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് അമ്മയ്ക്ക് ഓർമ്മക്കുറവില്ല, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ ഓർമ്മക്കുറവില്ലാത്തത് കൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട്. എങ്കിലും ഞാൻ ഓരോ പോയിൻറ്റും അമ്മയുടെ ഓരോ പോയിൻറ്റും നോക്കി മൈന്യൂട്ടായി നോക്കി കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അതേ മഴക്കാലമായി, കാലാവസ്ഥ മാറുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും നമുക്കറിയാം കഫക്കെട്ട്, ജലദോഷം, പനിയൊക്കെ വരുന്ന സമയങ്ങളല്ലേ. അപ്പോൾ എന്നോട് ഡോക്ടർ എപ്പോഴും പറയും ഈ സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ അമ്മേനെ കൊണ്ടുവരേണ്ട ഹോസ്പിറ്റലിലേക്ക്, ജ്യോതി വന്ന് വിവരം പറഞ്ഞാൽ മതി, നമുക്ക് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കല അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയും കേട്ടോ. എപ്പോഴും പറയും ഡോക്ടർ അതുപോലെ നമ്മൾ അഡ്മിറ്റാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് അഡ്മിഷനെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ആവണ സമയത്തും ഡോക്ടർ പറയും വാതിൽ തുറന്നിടരുത്, വാതിൽ അടച്ചിരുന്നോളൂ എപ്പോഴും, കാരണം കൊതുകുകൾ വരണ്ട, പലതരം പനികൾ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ പോയിന്റിലും ഇങ്ങനെ. അപ്പോൾ ഇന്നലെ എനിക്ക് അമ്മയ്ക്ക് കുറച്ച് കഫക്കെട്ട് പോലെ തോന്നി. പിന്നെ ഉടനെ കൊണ്ടുപോയി. കഴിഞ്ഞ വർഷം നമുക്ക് അത്രയും ടെൻഷൻ അടിച്ചതാണ്. അപ്പോൾ ഞാൻ കൊണ്ടുപോയപ്പോൾ അതിനുള്ള മെഡിസിനൊക്കെ എഴുതിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. ഇന്ന് അമ്മയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. കാലത്ത് അമ്മേനെ അമ്പലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. കാരണം കുളിപ്പിച്ച് നമ്മളമ്മേനെയൊക്കെ ഒന്ന്, ഇപ്പോൾ കുറേ നാളായിട്ട് നൈറ്റിയാണല്ലോ, മാക്സിയാണല്ലോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് മുണ്ട കുളിപ്പിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം പിടിക്കും. പിന്നെ കാലത്ത് വീട്ടിലത്തെ കാര്യങ്ങൾ എനിക്ക് ഒതുക്കിയിട്ട് വേണ്ട പോകാനായിട്ട്. അപ്പോൾ അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അമ്പലത്തിലേക്ക് പോയി. ഞാൻ വഴിപാടിന് നിൽപ്പനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോയി നമ്മൾ തിരിച്ച് വന്നു. അപ്പോഴത്തേനും അമ്മയുടെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രുക്ക് വന്നിട്ടുണ്ടായിരുന്നു, രുക്ക് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ സദ്യമായിട്ടൊന്നും ഒരുക്കണില്ലെങ്കിലും ഒരു സാമ്പാറൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത്. സാമ്പാറും ഇഡ്ഡലി, ഇങ്ങനത്തെ ദിവസമൊക്കെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുക, കാരണം പെട്ടെന്ന് പണി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇഡ്ഡലിയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ സാമ്പാർ, ഇഡ്ഡലി, ചട്നിയൊക്കെ ആയി വന്നിട്ടാണ് ഞാനിപ്പോൾ അത് മത്തങ്ങ കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കുകയാണ്. പിറന്നാളിന് നമ്മൾ എരിശ്ശേരിയല്ലേ പ്രധാനം, അതുപോലെ തന്നെ സേമിയ കൊണ്ടൊരു പായസം അമ്മയ്ക്കും അതിലധികം കൊടുക്കാൻ പറ്റുക, എങ്കിലും പിറന്നാളല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ട് നമ്മളിപ്പോൾ കാര്യങ്ങളൊക്കെ ഒതുക്കി പണികളൊക്കെ ഒതുങ്ങിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതും അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ കഴിയുന്നതും അവരോട് നമ്മൾ കരുതലോട് കൂടി പെരുമാറുന്നതും അവരിയ്ക്കുമ്പോഴേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ആ കുട്ടിയുടെ കാര്യം മാത്രമല്ല, അതായത് ചന്തു എന്ന് പറഞ്ഞ കുട്ടിയുടെ കാര്യം മാത്രമല്ല, നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് അച്ഛനും അമ്മയും ഉള്ള സമയത്ത് നോക്കാത്ത, വിദേശത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ പോലും അമ്മയും അച്ഛനും ഒറ്റയ്ക്കൊരു വീട്ടിലും മക്കൾ വേറെ വീട്ടിലായിട്ട് ജീവിക്കുന്നതും അവരുടെ സൗകര്യത്തിനും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെയോ അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാതെയൊക്കെ അങ്ങനെയൊക്കെ ഇരുന്നിട്ട് പെട്ടെന്നൊക്കെ മരണം സംഭവിക്കുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് അവർ അടിയന്തരം കാര്യങ്ങളൊക്കെ കേമായിട്ട് നാടടക്കം വിളിക്കൽ, അടുത്ത നാടുകളിലുള്ള ആൾക്കാരെ വിളിക്കൽ എല്ലാം അങ്ങനെ ചെയ്യും. കാരണം
അവർക്ക് സാമ്പത്തികം ഉണ്ട്, കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അപ്പം നാട്ടുകാരെന്താ പറയുകയെന്ന് ചോദിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അതൊന്നും കഴിച്ചില്ലെങ്കിലും അവരെ നന്നായിട്ട് നോക്കാൻ നമുക്ക് കഴിഞ്ഞു വെച്ചാൽ അതന്നെ വലിയൊരു പുണ്യം. അതുപോലെ അവർക്ക് മാനസികമായിട്ടൊരു സന്തോഷം അല്ലേ. അപ്പോൾ പ്രായമായവരെല്ലാവരും ഒരുപോലെ ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ എത്രയൊക്കെ നോക്കിയാലും എപ്പോഴും സംതൃപ്തി ഇല്ലാതെ മക്കൾ നോക്കിയത് പോരാ 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 എന്ന് പറയുന്ന അച്ഛനമ്മമാരും ഉണ്ട്. ഇനി നമ്മളും എങ്ങനെയാവും നമുക്കറിയില്ല. അപ്പം ഞാൻ ചിന്തിക്കും, ഇന്നലെ ഞാൻ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വർക്ക് ഏരിയയിലേക്ക് പോയിട്ട് എന്തിനാ പോയെന്ന് ഓർമ്മയില്ലാതെ നിന്നപ്പോൾ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നിന്ന് പോയി. കാരണം ഇപ്പം തന്നെ ഇങ്ങനെ ആയപ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്ക് ഇനി ഓർമ്മക്കുറവ് വരും. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു. എങ്കിലും എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് രാത്രി ഉറക്കമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ അമ്മയെ അങ്ങനെ ഞാൻ ഇപ്പോൾ നോക്കുന്നുണ്ട്. അതിൽ ഞാൻ പറയണതല്ല, എന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്നോടൊപ്പം കഴിയുന്നവർ എപ്പോഴും എന്നോട് ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ 24 മണിക്കൂറും ഇങ്ങനെ തന്നെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നിരുന്ന് ഞാൻ എൻ്റെ ആരോഗ്യം പോകുന്നുണ്ട്. ശരിയാണ്, എൻ്റെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടാവും, എനിക്കറിയാം. പിന്നെ എപ്പോഴും ഞാനും ഒരു ഹെൽത്തി അല്ല, എനിക്ക് 3-4 സർജറിയൊക്കെ കഴിഞ്ഞ വ്യക്തിയാണ്. എങ്കിലും എൻ്റെ അടുത്തു നിന്നൊരു പാകപ്പിഴ വരാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു സെക്കൻഡ് എൻ്റെ ഒരു നോട്ടം തെറ്റിയത് കൊണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഓരോ പോയിന്റിലും ഞാനിങ്ങനെ മൈന്യൂട്ടായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ദൈവം എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്തുന്നേ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. അതുപോലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ധൈര്യം ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ എന്തിനും ഏതിനും നെവർ മൈൻഡായിട്ട് വിടുന്ന വ്യക്തികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്നവരും ഉണ്ടായിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് വിട്ടുകളയാനായിട്ട് പറ്റില്ല. അത് ആരായിരുന്നാലും എൻ്റെ കൂട്ടത്തിലുള്ളവർക്കെല്ലാം ഞാൻ വേണ്ട രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ വായ കൊണ്ട് പറയല്ല കേട്ടോ. ആര് വേണമെങ്കിൽ ആരോട് ചോദിച്ചോട്ടെ, എൻ്റെ കൂട്ടത്തിലുള്ളവരോട്. എനിക്ക് ഒരാളും ആ കാര്യത്തിൽ എന്നെ പറയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന സമയങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക. ബാക്കി കാര്യങ്ങളല്ല അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നേ. ദൈവം എന്നൊരു ശക്തി ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടു പോകുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിനൊരു ധൈര്യം, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് കുഴപ്പങ്ങളില്ലാതിരിക്കുക വെച്ചാൽ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെ നോക്കി നമുക്ക് ആരുണ്ടാവുക നമ്മൾ ചിന്തിച്ച് ചിലപ്പോൾ നമ്മളങ്ങനെ പറയും. എങ്കിലും ഞാൻ എപ്പോഴും ദൈവത്തിനോട് ഒന്നേ പ്രാർത്ഥിക്കുന്നുള്ളൂ, അസുഖങ്ങൾ വരാതിരിക്കട്ടെ, അസുഖങ്ങൾ വന്നിട്ട് ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാകാതിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ ചിന്തിക്കാറുള്ളൂ. അങ്ങനെ തന്നെ കഴിഞ്ഞു പോട്ടെ, നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാം നടന്നിട്ടല്ല, എന്നാലും അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്. നമുക്ക് ഒരു ശക്തി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് ആ ഒരു ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കാനും നോക്കാനും നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരാളല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് കിട്ടുന്നേ എന്തെങ്കിലും പുണ്യം കിട്ടുന്നോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഒരാളുടെ സഹായം നമുക്ക് എവിടെന്നെങ്കിലൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ജീവിച്ച് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.